പകലെ സ്നേഹായിരിക്കാൻ ദൈവം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പറഞ്ഞ മൊഴികളെ കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ച ഭാഗങ്ങളെ കുറിച്ചും ഓടിച്ച് ഒന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ അവർ പിടിക്കുന്നതിന് മുന്നമേ നമുക്ക് കാണാൻ കഴിയുന്നു. ഉടുപ്പില്ലാത്ത അർത്ഥത്തിന്റെ പെരുന്നാൾ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ പെസഹ കഴിച്ച ഭാഗങ്ങളെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ അന്ത്യ അത്യാഗത്തെ കുറിച്ച് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 3 സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം കഴിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 7 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് അന്ത്യ അത്താഴത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുന്നു, നമ്മൾ എവിടെയാണ് പെസഹ കഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 14-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ അതിന്റെ 14-ന്റെ 12 മുതൽ പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതിന്റെ ഉടുപ്പില്ലാത്ത അർത്ഥത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവനോട് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കിടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് വിധി ചോദിക്കുന്നു എന്ന് പറയുകയും അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുകയും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാൻ നമുക്കവിടെ കാണാൻ കഴിയുന്നു. മുന്നമേ തന്നെ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക അവർ ഒരുക്കിയിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ അതിനെക്കുറിച്ച് അധികമായി വിശദീകരിക്കുന്നില്ല, എന്റെ വിഷയം മറ്റുള്ളതാണല്ലോ. എന്നാൽ തന്നെ യേശു ക്രിസ്തു ക്രൂശിലേക്ക് കടന്നുപോയ പാതകളെ കുറിച്ച് ആണ് തുടക്കത്തിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ അന്ത്യ അത്താഴത്തിൽ ശിഷ്യന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുവൻ എന്നെ കാണിച്ച് ഉച്ചി കൊടുക്കും. അപ്പോൾ ശിഷ്യന്മാരെല്ലാം ചോദിക്കുന്നു, അത് ഗുരു ഞാനാണോ എന്ന് ചോദിക്കുന്നു. ഓരോരുത്തരും ചോദിച്ചു, ഞാനാണോ. അപ്പൊ യൂദയുടെ ഭാഗത്ത് വന്നപ്പോൾ യൂദയ്ക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല, ഞാനാണോ എന്ന്. അപ്പോൾ ഇന്നുള്ളവരായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ പേര് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അന്ന് ശിഷ്യന്മാരെ കർത്താവിനെ ചോദിക്കുന്നു, കർത്താവെ അത് ഞാനാണോ എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിനോട് കയറി തീർന്നു. ഞാൻ യൂദയുടെ വിഷയവും ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നു, അന്ത്യ അത്താഴം ശിഷ്യന്മാരുമായി കഴിച്ചു. അതിനുശേഷം അവർ ഗെത്സമന തോട്ടത്തിലേക്കാണ് കടന്നുപോയത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തില്
നമുക്ക് 3-4 സുവിശേഷങ്ങളിലും ഗത്സമനയിൽ പോയ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗത്സമന എന്നും ഒലിവുമല എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ ഒലിവുമല എന്നാണ് കാണുന്നത്. മർക്കോസ് 14:26. മത്തായി 26:36 ഗത്സമന എന്ന് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തില് 22:39 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഏത് മലയാണെന്ന് പറയുന്നില്ല, കെദ്രോൻ തോട്ടിനക്കരെ അവർ പ്രാർത്ഥിക്കാൻ പോയി എന്നാണ് പറയുന്നത്. ഈ ഒലിവുമലയില് ആദ്യമായിട്ടല്ല യേശു കടന്നു പോകുന്നത്. സാധാരണ യേശു അവിടെ കടന്നു പോകുമായിരുന്നു. യോഹന്നാൻ 18:1 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ അത് വായിക്കാം. യോഹന്നാൻ 18:1 വാക്യം. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും നടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരുടെ കൂടെ പോയിരുന്നതുകൊണ്ട് ആ ഒലിവുമലയിൽ യേശു പലപ്പോഴും പോകുമായിരുന്നു. യേശു അവിടെ പോകുന്നത് പ്രാർത്ഥിക്കുവാനായിരുന്നിരിക്കണം. കാരണം യേശു അവിടെ പോയി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യേശു അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. ദൈവത്തോട് അവൻ വളരെ കൈപ്പോടെ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ദൈവത്തോട് പറയുന്നു, ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒലിവുമലയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഗത്സമനയിൽ വെച്ചാണ് യേശുവിനെ അവര് പിടിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയിരുന്നത്. യേശുവിനെ അറസ്റ്റ് ചെയ്ത ഭാഗം മത്തായി സുവിശേഷം 26 47 മുതലുള്ള ഭാഗങ്ങള് നമ്മൾ വായിക്കുമ്പോൾ 26:47 മുതലുള്ള വാക്യങ്ങൾ അതിന്റെ അവൻ സംസാരിക്കുമ്പോൾ തന്നെ 11 ഒരുത്തനായ യൂദയും അവനോട് കൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടിയുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുകയും എന്ന് അവർക്കൊരു അടയാളവും കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു, റബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്റെ മേൽ കൈവച്ചു അവനെ പിടിച്ചു. അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിത ദാസനെ വെട്ടി അവന്റെ കാതറുത്തു. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ ഒക്കെയും വാളാൽ നശിച്ചു പോകും. എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് ഇങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു. ആ നാഴികയിൽ യേശു പുരുഷാരത്തോട്, ഒരു കള്ളന് നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടത് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അപ്പൊ അങ്ങനെയാണ് യേശുവിനെ പിടിപ്പാൻ നിൽക്കുന്നതിനിടയായിട്ടുള്ളത്. യേശുവിനെ പിടിച്ചു കഴിഞ്ഞ് ആദ്യമേ യേശുവിനെ കൊണ്ടുപോകുന്നത് അന്നത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിപ്പനായ അന്നാവിന്റെ അടുക്കലാണ്. അതിനുശേഷമാണ് കയ്യഫാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ഒരു സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിനെ പിടിച്ചവരോ 57 വാക്യങ്ങൾ ഒരു മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിടത്തേക്ക് അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരമേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു. അവിടെ വെച്ചാണ് യേശുവിനെ ആദ്യമേ വിസ്തരിപ്പാൻ നിൽക്കുന്നതായിട്ടുള്ള മഹാപുരോഹിതനായ കയ്യപ്പാവ് യേശുവിനെ വിസ്തരിച്ചു. അവനെതിരെ പല സാക്ഷികളും വന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, ഒരു സാക്ഷി പോലും ഒത്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അത് 2 പേരും വന്ന് പറഞ്ഞു, ഞങ്ങൾ കേട്ടു മന്ദിരം പൊളിപ്പിൻ 3 ദിവസം കൊണ്ട് പണിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞതായിട്ട് ഒരു സാക്ഷി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഒടുവിൽ മഹാപുരോഹിതൻ ഇങ്ങനെ ചോദിക്കുന്നു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? അപ്പോൾ അവൻ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് ക്രിസ്തു. അപ്പോൾ മഹാപുരോഹിതൻ, ഇനി നമുക്ക് സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല, അവൻ വസ്ത്രം കീറി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനുശേഷം യേശുവിനെ അവര് പിടിച്ച് പീലാത്തോസിന്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ 27-ാം അധ്യായത്തിലേക്കാണ് നമുക്ക് കാണാം. മത്തായി 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ പുലർച്ചെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ച് കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. അപ്പോൾ മഹാപുരോഹിതന്മാരെ യേശുവിനെ ബന്ധിച്ചു. അവനെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് അവനെ ഏൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മളിത് പറയുമ്പോൾ യേശു അനുഭവിച്ച കഷ്ടപ്പാടുകളെ നമ്മൾ ഓർക്കണം. ഞാൻ അതാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. നാം അത് കാണണം, നമ്മള് മനസ്സുകൊണ്ട് കാണണം. യേശു എങ്ങനെയൊക്കെ പോയി എന്നുള്ളത് നമ്മുടെ മനസ്സുകൊണ്ട് കാണുവാനിടയാകണം. അവിടെ 27-ന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ യൂദ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ തിരികെ ചെന്നിട്ട് താൻ 30 വെള്ളിക്കാശ് അവരെ കൊടുത്തു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ എത്തിയിരു കാണിച്ചു കൊടുത്തു. യൂദയ്ക്ക് ഒത്തിരി അവസരങ്ങൾ കൊടുത്തതാണ് മടങ്ങിപ്പോവാൻ. യൂദയോട് പറഞ്ഞതാണ്, നീ തന്നെയാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നതെന്ന് അവന് നേരിട്ട് പറഞ്ഞതാണ്. അവസരങ്ങൾ ഒത്തിരി മടങ്ങി വരുവാൻ കർത്താവ് കൊടുത്തതാണ്. എന്നാൽ അതിലൊന്നും എന്ത് ചെയ്തില്ല, മടങ്ങി വന്നില്ല. നമ്മുടെ ജീവിതത്തിലും കുറവുകളൊക്കെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കാലാകാലങ്ങളിൽ അതെന്ത് ചെയ്യും, ഓർമ്മപ്പെടുത്തും. അതാണ് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തും എന്ന് പറയുന്ന നമ്മളെ ആ സമയാസമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും. ഈ ഓർമ്മപ്പെടുത്തലുകളെ വിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നീട് വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത്. യൂദയ്ക്ക് ഒത്തിരി അവസരങ്ങൾ കൊടുത്തതാണ് മടങ്ങി വരുവാൻ വേണ്ടി. എന്നാൽ അന്നേരം ഒന്നും അവൻ മടങ്ങി വന്നില്ല. അവനെ യൂദ ചിന്തിച്ച വേറൊരു കാര്യം, യേശുവിനെ ഒരിക്കലും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് യൂദ ചിന്തിച്ചു. കാരണം അവൻ ദൈവമാണ്. യൂദയൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യം യേശു രാജാവാകണം എന്നുള്ളതാണ്. രാജാവായി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു ധനകാര്യമന്ത്രിയായിട്ടൊക്കെ യൂദയ്ക്ക് അവിടെ നിൽക്കാം. അപ്പം ഇതൊക്കെയാണ് അവരെല്ലാം ആഗ്രഹിച്ചൊരു കാര്യമാണ്. അന്നത്തെ പുരുഷാരം ആഗ്രഹിച്ചൊരു കാര്യം, അവര് യഹൂദന്മാരുടെ രാജാവിനെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐക്യമല്ല. യേശുവിനെ കൂടുതൽ സ്നേഹിച്ച യോഹന്നാനും തന്റെ സഹോദരനായ യാക്കോബിന്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരുത്തനെ അടത്തും ഒരുത്തനെ വലത്തും നിർത്തണം. ഇപ്പൊ ശിഷ്യന്മാരും ആഗ്രഹിച്ചൊരു കാര്യം, യേശു രാജാവാകും, ഞങ്ങളൊക്കെ മന്ത്രിമാരാകും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നുള്ള യഹൂദ ജാതി ആഗ്രഹിച്ചത് യഹൂദന്മാരുടെ ഒരു രക്ഷയാണ്. അന്ന് റോമാ ഗവൺമെന്റ് അടിമയായിരുന്ന യഹൂദജാതി, യഹൂദന്മാർക്കൊരു രാജാവ്, അവർക്കൊരു വിടുതല്. എന്നാൽ യേശു കടന്നു വന്നത് ഭൗതികമായ ഒരു രാജാവായി അല്ല അവൻ ആഗ്രഹിച്ചത്. അതാണ് പറഞ്ഞത്, എന്റെ രാജ്യം ഐക്യമല്ല. അപ്പോൾ യൂദ വിചാരിച്ചു യഹൂദന്മാരെ പിടിച്ചാലും അവരൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ചു. എന്നാൽ യേശുവിനെ ശിക്ഷിച്ചു എന്ന് ഇത് കഴിഞ്ഞപ്പോൾ വായിക്കുന്നു, അവൻ ഭണ്ഡാരത്തിലേക്ക് ആ തുകയെ എറിഞ്ഞു കളഞ്ഞു. അതിനുശേഷം നമ്മൾ കാണുന്നത് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു കളഞ്ഞു. 5-ാം വാക്യമാണ്, 27-ന്റെ 5-ാം വാക്യം. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തു കളഞ്ഞു. അതിനുശേഷം 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പീലാത്തോസ് അവനെ ന്യായം വിധിക്കുന്ന ഭാഗമാണ്. യഹൂദന്മാരെ ചുറ്റും നിന്ന് അവനെതിരെ കുറ്റം വിധിക്കുന്നു. പീലാത്തോസ് ന്യായാധിപനായിട്ടിരിക്കുന്നു. അപ്പോൾ
പീലാത്തോസ് യേശുവോട് ചോദിക്കുകയാണ്, ഇവർ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നല്ലോ, നിനക്കൊന്നും പറയാനില്ലയോ? അപ്പോൾ അവൻ മൗനമായി നിൽക്കുകയാണ്. ഈ സമയത്താണ് പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിനോട് ഒരു സന്ദേശം കൊടുത്തു. ഇന്നലെ രാത്രി സ്വപ്നത്തിൽ ഞാൻ ഒത്തിരി ക്ലേശം അനുഭവിച്ചു. ഈ നീതിമാന്റെ കാര്യത്തിൽ നീ ഒന്നും ചെയ്യരുത്. അവൻ നീതിമാനാണ്. പീലാത്തോസിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. യഹൂദന്മാരെല്ലാം വളരെ ഫോഴ്സ് ചെലുത്തുന്നു ഇവനെ കൊണ്ടുപോകാൻ. അപ്പോൾ പീലാത്തോസ് ചോദിക്കുന്നു, സാധാരണ ഉത്സവത്തിൽ ഒരാളെ വിട്ടുതരാറുണ്ട്. ഇവിടെ ഒരു കൊലപാതകനായ ഒരു മനുഷ്യനുണ്ട്, ബർബാസ്. നിങ്ങൾക്ക് ബർബാസിനെയാണോ വേണ്ടത്, യേശുവിനെയാണോ വേണ്ടത്? അപ്പോൾ അപ്പം നിന്ന സൗഖ്യം പ്രാപിച്ച ജനമെല്ലാം വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് ആരെ മതി? ബർബാസിനെ മതി, ദുഷ്ടനായ ബർബാസിനെ മതി. ഈ വിളിച്ചു പറഞ്ഞ ആരാന്നറിയാമോ? യേശു അത്ഭുതം ചെയ്തപ്പോൾ അപ്പം കഴിച്ചവരാണ്, സൗഖ്യം പ്രാപിച്ചവരാണ്. ഈ സൗഖ്യം പ്രാപിച്ചവരോ, അവന്റെ നന്മ അനുഭവിച്ചവരോ യേശുവിന്റെ കഷ്ടത്തിൽ എന്ത് ചെയ്തില്ല, കൂടെ നിന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ക്രൂശിൽ കടന്ന് യേശു ഇങ്ങനെ പിതാവിനോട് പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടുപോ. അവനെ എല്ലാവരും കൈവിട്ടു. ഇതിനിടെ ഒരു ആത്മീയ അർത്ഥമുണ്ട്. നമുക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുവാൻ അനേകർ കാണും. സമ്പത്തുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് കാണും. നമ്മുടെ എല്ലാ അനുഭവത്തിലും ഒരു കൂടെ കാണും. എന്നാൽ നമുക്കൊരു താഴ്ച വരുമ്പോൾ ഈ കൂടെ ഒന്നും ആരും കാണുകയില്ല. അതുകൊണ്ടാണ് ഭക്തൻ ഇങ്ങനെ പാടുന്നു, കണ്ടും കാണാതെയും പോകുന്നവർ. ഇങ്ങനെയാണ് എന്റെ ആദ്യം ഇങ്ങനെ, ആരും സഹായമിൽ എല്ലാവരും ആരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ സാധു കൊച്ചുപദേശി എഴുതിയൊരു പാട്ടാണ്. അത് രോഗിയായി ദേഹമെല്ലാം ചൊറിയുന്ന രോഗമായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് അവന്റെ സ്നേഹിതന്മാരെ ഇത് കണ്ടിട്ട് കാണാതെയാണ് പോയ സമയത്ത് പാടിയ പാട്ടാണ്. നമ്മുടെ കഷ്ടത്തിൽ ആരും കാണുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നമുക്കെതിരെ ഒത്തിരി ആരോപണങ്ങളും എന്ത് ചെയ്യും, വരും. അവന്റെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇത് തന്നെയാണ് ശിഷ്യന്മാര്, നമ്മുടെ മുമ്പേ വായിച്ച ശിഷ്യന്മാർ ഓടിപ്പോയി. ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പത്രോസ് പറഞ്ഞു. പത്രോസ് മാത്രമല്ല, ഇവിടെ വായിക്കുന്നു ശിഷ്യന്മാരെല്ലാം ചെയ്തു പറഞ്ഞു. എന്നാൽ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. അവന്റെ കൂടെ നിൽപ്പാൻ ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ ഇങ്ങനെ ഭാഗം പറഞ്ഞുകൊണ്ട് പോയാൽ എന്റെ മെയിൻ പാർട്ടിലേക്ക് എനിക്ക് പോകാൻ കഴിയത്തില്ല. അങ്ങനെ ഒടുവിൽ പീലാത്തോസ് എന്ത് ചെയ്യുന്നറിയാമോ? ബറബ്ബാസിനെ വിട്ടുകൊടുത്തു. യേശുവിനെ ക്രൂശിക്കുവാൻ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. അവനെ പടയാളികളുടെ കയ്യിൽ കൊടുത്തു. അവനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അതിനുശേഷം അവനെ ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ലൂക്കോസ് 23-ാം അധ്യായം 33-ാം വാക്യം വായിക്കാം. 23-33. 26 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ 24 മുതൽ ഞാൻ വായിക്കുന്നു. അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. കലഹവും കുലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും
യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഒരു ശിമോൻ എന്നൊരു കുറേനക്കാരനെ അവർ പിടിച്ചു ക്രൂസ് ചുമപ്പിച്ചു. യേശുവിന്റെ പിന്നാലെ ആദ്യമേ യേശുവാണ് ക്രൂസ് ചുമന്നത്. അവൻ ക്രൂസ് ചുമന്നപ്പോൾ അവർ ചുമക്കുവാനും കഴിയാതെ വണ്ണം വീണും എഴുന്നേറ്റും യേശു പോവുകയാണ്. നമുക്ക് ആ ഭാഗം നമ്മള് കാണണം. യേശു ക്രൂസ് ചുമന്നുകൊണ്ട് നടക്കുന്ന ആ കാഴ്ച എത്ര ഭയങ്കരമാണ്. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി, കുരിശു ചുമന്നവൻ ഗിരിമുകളേറി, ചുമന്നുകൊണ്ട് പോകുന്ന എന്റെ യേശു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചാൽ നമ്മുടെ കർത്താവിനെ പൽക്കാരം കുരിശ് ചുമന്നുകൊണ്ട് ആ മലയിലൂടെ കടന്നു പോകുന്നു. ചാട്ടവാറം കൊണ്ട് അടിയേറ്റ രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ട് അവന്റെ മുഖത്തെ രോമമെല്ലാം പിടിതെടുത്ത് മുഖത്തു നിന്ന് രക്തം ഒഴുകുന്നു. തലയിൽ ഒരു മുൾക്കിരീടം വെച്ചിട്ടുണ്ട്. അതിലൂടെ രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുകയാണ്. സ്തോത്രം. ഈ സമയത്താണ് യേശുവിനെ അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്ന ഒരു കുറേനക്കാരനെ അവൻ പിടിച്ച് ക്രൂസ് ചുമപ്പിച്ചു. യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. അങ്ങനെ 32-ാം വാക്യം വായിക്കുമ്പോൾ ദുഷ്പ്രവൃത്തിക്കാരായ വേറെ രണ്ടുപേരെയും അവരോടുകൂടെ കൊല്ലേണ്ടതിനെ കൊണ്ടുപോയി. ഞാൻ ആ യേശു ക്രിസ്തുവിന്റെ ക്രൂസിനോടുള്ള ബന്ധത്തിലുള്ള ഭാഗം ഇവിടെ ഞാനവിടെ സമയത്തിന്റെ പരിമിതി പോലെ ഞാനിവിടെ നിർത്തുകയാണ്. യേശു ക്രൂസിൽ കിടന്ന് പറഞ്ഞതായ 7 മൊഴികളെ കുറിച്ചാണ് അല്പമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ലൂക്കോസ് 23-ാം അധ്യായം 34-ാം വാക്യം. ഒന്നാമത്തെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ യേശു തലയുഴം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവരെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനിടത്തുമായി ക്രൂശിച്ചു. ഒന്നാമത് യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞത് പിതാവിനോട് പറയുകയാണ്. പിതാവിനൊരു അപേക്ഷയാണ്. എന്തിന്റെ അപേക്ഷയാണെന്ന് അറിയാമോ? തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷ, തന്റെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷ. എന്നാൽ യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പൊ ഒന്നാമത് അവർ ക്രൂശിൽ കിടന്ന് പറഞ്ഞത് തന്റെ ശത്രുക്കൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്ന അപേക്ഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ 6 മണിക്കൂറാണ് കിടന്നത്. 3-ാം മണി മുതൽ 9-ാം മണി നേരം വരെ. ആദ്യത്തെ ഈ ക്രൂശിലെ മൊഴികളിൽ ആദ്യത്തെ 3 മൊഴികൾ 3-ാം മണി മുതൽ 6-ാം മണി നേരം വരെ പറഞ്ഞ മൊഴികളാണ്. ഒന്നാമത് നമ്മൾ കണ്ടു, തന്റെ ശത്രുക്കു വേണ്ടി അവനെ അപേക്ഷിക്കുകയാണ്. ഇനി 43-ാം വാക്യം 23-ന്റെ തന്നെ ലൂക്കോസ്. അതിന് 43-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ ഇടത്തും വലത്തുമായി 2
ദുഷ്പ്രവൃത്തിക്കാരെ, കള്ളന്മാരെ ക്രൂശിച്ചു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരുവൻ ഇങ്ങനെ പറഞ്ഞു, ഒരുത്തൻ 39-ാം വാക്യം, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് അവനെ ദുഷിച്ചു. 40-ാം വാക്യത്തിൽ വായിക്കുന്നു, മറ്റവനോ അവനോ ശാസിച്ചു, സമശിക്ഷാപകൻ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ച് യോഗ്യതയിലോ കിട്ടുന്നത്, ഇവനോ ആകാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ യേശുവിനോടൊരു അപേക്ഷ. പിന്നെ അവൻ യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് ക്രൂശിൽ കിടന്ന കള്ളൻ അവന്റെ അവസാന നിമിഷം അവൻ ദൈവത്തെങ്കിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തുവാൻ നിൽക്കുന്നതായിട്ടു. ചിലര് ഈ ഭാഗം കണ്ടോട് പറയുന്നുണ്ട്, ജീവിക്കുമ്പോൾ നല്ലോണമൊക്കെ ജീവിക്കുക, കള്ളനും ഒരു അവസരം കിട്ടി, അവസാന നിമിഷമൊക്കെ ദൈവത്തിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നു. കള്ളന് കിട്ടിയ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ദൈവം നമുക്ക് കാലാകാലങ്ങളിൽ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കിയപ്പോൾ ദൈവത്തെ കാണാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നല്ലോ. എന്നാൽ യേശു അവന് മറുപടി പറഞ്ഞത്, യേശു അവനോട്, ഇന്നും നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും എന്ന രണ്ടാമത് പറയുവാൻ നിൽക്കുന്നതായിട്ടുണ്ട്. ഇനി മൂന്നാമത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. യേശു ഈ തന്റെ അവസാന നിമിഷങ്ങളിൽ തന്റെ അമ്മയെ അവൻ ഓർക്കുകയാണ്. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. അതാണ് മൂന്നാമത്തെ അവന്റെ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ മൊഴി. തന്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാന്റെ കയ്യിലെത്തിയിരുന്നു ഏൽപ്പിപ്പാർപ്പോഴും ഇടയായി തീർന്നു. താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ ഉത്തരവാദിത്വങ്ങള് നല്ലതുപോലെ നിറവേറ്റുവാൻ തക്കോണം അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നാലാമത് 6 മണി മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാവരും ഇരുട്ടുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. മത്തായി 27-46. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. അതിന്റെ അർത്ഥം ഇതാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. അവൻ ക്രൂശിൽ കടന്നുകൊണ്ട് തന്നെ സ്നേഹിച്ച എല്ലാവരും വിട്ടുപോയി. ഏറ്റവും ഒടുവിലായിട്ട് ആ ക്രൂശിൽ കിടന്ന് തന്നെ പിതാവിനെ നോക്കിയപ്പോ പിതാവിന്റെ മുഖവും അവൻ എന്ത് ചെയ്തു? മറച്ചു കളഞ്ഞു. പിതാവിന്റെ മുഖം മറച്ചു കളഞ്ഞപ്പോ അവൻ സഹിക്ക വയ്യാതെ ദൈവത്തോട് പറയുകയാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അവൻ ദൈവത്തോട് നിലവിളിപ്പാൻ ഇടയായി തീർന്നു. ഇനി അഞ്ചാമത് യോഹന്നാൻ 19:28 അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമെന്നും എനിക്ക് ദാഹിക്കുന്നു എന്ന് അഞ്ചാമത് പറഞ്ഞ മൊഴിയാണ്. യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അവര് അല്പം വീഞ്ഞ് അവന് കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും ആറാമത് ഈ പുളിച്ച വീഞ്ഞ് അവന് കൊടുത്തതിനു ശേഷം 19:30 യോഹന്നാൻ യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. യേശു തന്റെ മരണത്തിൽ യേശുവിന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു, ആ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു? നിവർത്തിച്ചു എന്ന് അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. തന്റെ രക്തം
നമ്മുടെ പാപത്തിന്റെ മോചനത്തിനായി ഒഴുക്കുക എന്നുള്ളതായിരുന്നു അവന്റെ വരവിന്റെ ഉദ്ദേശം. ആ വരവ് ഭംഗിയായി നിവർത്തിച്ചിട്ട് യേശു ഇപ്രകാരം പറയുകയാണ്, എനിക്കെന്ത് ചെയ്തു? നിവൃത്തിയായി എന്ന് അവൻ പറഞ്ഞു. ഏഴാമതും അവസാനവുമായി അവൻ പറഞ്ഞ ക്രൂശിൽ കിടന്ന് പറഞ്ഞ കാര്യം ലൂക്കോസ് 23:46. യേശു അത്യുച്ചത്തിൽ പിതാവിൽ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞ് ഇത് പറഞ്ഞിട്ട് അവൻ പ്രാണനെ വിട്ടു. ഏറ്റവും ഒടുവിൽ അവൻ പിതാവിനോട് സംസാരിച്ചു. അവൻ പിതാവിനോട് പറയുകയാണ്, ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പ്രാണനെ വിടുവാൻ